ഞാനൊരു സബനാൻ്റെ വീഡിയോ ഇത് പറഞ്ഞിട്ട് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതിൻ്റെ ഇതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എത്തിയത് ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ എത്തിയത് രാത്രിയായി എത്തുമ്പോൾ 4 മണി 6 ആയിട്ടുള്ളൂ. ഞാൻ ഇന്നലെ ഇവിടെ എത്തുമ്പോൾ സബിനാൻ്റെ വീട്ടുകാരും എല്ലാവരോടും സംസാരിച്ചതാണ്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ച് അവളായിട്ടുള്ള എല്ലാ ബന്ധത്തിൻ്റെ ഇതും ഞാൻ അവളോട് സംസാരിച്ച കാര്യങ്ങളാണ്. ഇതെന്താ വെച്ചാൽ ഓളെ വീട്ടുകാരോടും ഇതിനോടും സംസാരിച്ചിട്ടൊന്നും ഒരു ഇതുണ്ടായില്ല. അളിയനോടും ഓളുമ്മാനോടും ഒക്കെ സംസാരിച്ച് ഇതാക്കി. കാരണം എന്താ വെച്ചാൽ സബിന ഇതേമാതിരി ടൗൺ സ്റ്റേഷനിൽ അളിയൻ കേസ് കൊടുത്താന്ന് പറഞ്ഞിട്ട് എന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിളിപ്പിച്ചിട്ട് സ്റ്റേഷനിൽ ഞാൻ പോയി ഹാജരായതാണ്. ഹാജരായി ഞാനും വൈഫും എല്ലാവരും കൂടിയാണ് പോയത്. പോയി ഹാജരായി ഇതാക്കി പോന്നു. ഇതാക്കിയിട്ട് ശേഷം പിന്നെ ചകരോത്ത് വെച്ചിട്ട് സബിന എന്നെ കണ്ടു. എന്നോട് പറഞ്ഞു, സർഫുക്ക ഞാൻ കൊടുത്തതല്ല, വീട്ടുകാർ അതായത് അളിയൻ കൊടുത്തതാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. ഇതാക്കിയ കാര്യങ്ങൾ ഇതായി. അപ്പം പറഞ്ഞു, നീ ഇതാക്കിയിട്ട് പിന്നെ എന്തിനാ കേസ് ഇതാക്കിയത് ചോദിച്ചു. പരാതി കൊടുത്തിട്ട് സ്റ്റേഷനിൽ വിളിപ്പിച്ചത്. ഇപ്പോൾ ഇവൾക്ക് വേണ്ടി സ്റ്റേഷന് ആത്മഹത്യക്ക് ശ്രമിച്ച് ഇപ്പം എൻ്റെ അവസ്ഥ പറ്റ മോശമാണ്. കാരണം ഞാൻ സൈക്കാട്രി വരെ കാണിക്കേണ്ട അവസ്ഥയിലെത്തി പറഞ്ഞാൽ പറ്റതാണ്. ഇപ്പോൾ എനിക്ക് തീരെ ഇതില്ല, ഒരു ഉഷാറ് കിട്ടിയിട്ടില്ല. മരുന്നിൻ്റെ തണോ എന്താണെന്ന് അറിയില്ല. തീരെ എനിക്ക് വയ്യ പറഞ്ഞാൽ തടിയൊക്കെ ഒരു സിസ് വരവല്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 2-3 ആഴ്ചയായിട്ട് 2-3 ആഴ്ചയല്ല, അതിൻ്റെ മേലായി ഭക്ഷണം കഴിപ്പില്ല. വെറും വെള്ളം പറഞ്ഞാൽ വെറും വെള്ളം മാത്രമേ കഴിക്കണുള്ളൂ. അതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. ശാരീരമായിട്ട് തീരെ വയ്യ എനിക്കിപ്പോൾ. ഈ മരുന്നും കാര്യങ്ങളുണ്ട് ഇതുകൊണ്ടായിരിക്കാം. ഇതന്നെ ഇപ്പോൾ പേര് പറ്റിച്ചതിൻ്റെ നിർബന്ധം കാരണമാണ്. കാരണം ഹോസ്പിറ്റലിൽ ഒറ്റക്കാണ് ഉള്ളത്, വൈഫും കുട്ടികളും ഇവിടെ ഒറ്റക്ക്. പിന്നെ എല്ലാവരും വെറുത്തു. നാട്ടിലെത്തിയിട്ടും എല്ലാവരും മോശമായിട്ടുള്ള രീതിയിൽ സംസാരം കാര്യങ്ങളും സഹിക്കാൻ പറ്റാതായി. കാരണം വീട്ടിലാവട്ടെ നാട്ടിലാവട്ടെ എല്ലാവരും ഇതാണ്. ഇപ്പം അതിൽ എനിക്ക് ഓൾക്കൊരു കുഴപ്പമുണ്ടായില്ല, ഉണ്ടായത് ഫുള്ള് നമുക്ക്. കാരണം സ്നേഹം നടിച്ച് ഇതാക്കിയിട്ട് ഇനി ഒരിക്കലും ഒരാളെ വഞ്ചിക്കരുത്. ഞാൻ സ്നേഹം നിലനിർത്തിയിട്ട് തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത്. എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിരുന്നു ഓളോടുണ്ടായിരുന്നത്. സത്യം പറയാലോ, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ സ്നേഹം കുറഞ്ഞോ ചോദിച്ചാൽ സ്നേഹം കുറഞ്ഞിട്ടില്ല. അതിന് ഞാൻ ഏത് രീതിയിൽ മരിച്ചാലും ഇനി എന്തെങ്കിലും ആയിട്ട് മരിക്കുകയാണെങ്കിലും എൻ്റെ മനസ്സിൽ ഓളുണ്ട്. ഞാനിപ്പോൾ ഈ ആത്മഹത്യക്ക് ആത്മഹത്യക്ക് ഞാൻ ശ്രമിച്ചു എന്ന് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല. ഞാൻ ആത്മഹത്യ ചെയ്യാൻ തന്നെയായിട്ട് ശ്രമിച്ചതായിരുന്നു. കാരണം എൻ്റെ മക്കളെ ആലോചിക്കാതെയും ഇതൊന്നും ഞാൻ അപ്പോഴത്തെ ചിന്തയിൽ എനിക്ക് ഓടിയില്ല. ഉള്ളത് സത്യം പറയാലോ, എനിക്ക് അത്ര ജീവനാണ് ഓളെ. അത്ര ജീവൻ പറഞ്ഞാൽ അത്ര ജീവനാണ്. കാരണം എൻ്റെ എല്ലാ കാര്യവും ഓളോട് ഞാൻ സംസാരിച്ചാൽ എനിക്ക് കല്യാണം കഴിച്ച് മക്കളെ കാര്യങ്ങളും എനിക്ക് 2 ആമക്കളാണ് എന്നുള്ളതൊക്കെ എൻ്റെ ഇതൊക്കെ ഞാൻ ഓളോട് പറഞ്ഞതാണ്. എല്ലാ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ വെറുത്തു പറഞ്ഞാൽ ഓൾക്ക് ഒരു നേരത്തെ ഇതാണ് സുഖമായിരുന്നു ഓൾ ഉദ്ദേശിച്ചെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. പല ആണുങ്ങളായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അത്യാവശ്യം ആൾക്കാർ ഓരായിട്ട് ബന്ധമുണ്ട്. ഇങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുക്കണവരൊക്കെ പറയും, ഇവളാണ് ഫേമസ് ആണല്ലോടാ നമ്മളെ നാട്ടിൽ, നീ അറിഞ്ഞില്ല എത്ര കാലമായിട്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, എങ്ങനെ നടന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് വേറെ ഞാൻ പറഞ്ഞ ആൾക്കാരാണ്. അവന്മാർ തന്നെ ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യം എന്തായി ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം വന്നതെന്നാണ് അവന്മാരിപ്പോൾ എന്നെ ഇതാക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് മുതൽ ഓളെ വോയിസും കാര്യങ്ങളൊക്കെ ഇന്ന് മുതൽ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് അറിയണ്ടേ. കാരണം എനിക്ക് പറ്റിയ ആപത്ത് ഇനി ഒരാൾക്ക് കിട്ടരുത്, ശരീരം ഇനി പെടരുത് എന്നുള്ള ലെവലിക്ക്. കാരണം എന്താ വെച്ചാൽ അപ്പം കൂടി ചോദിക്കും, ഇപ്പോൾ ഓളോടുള്ള സ്നേഹം തീർന്നു ചോദിച്ചാൽ അതല്ല. എനിക്ക് ഓളെ വീട്ടുകാരോടും എല്ലാവരോടും ഞാൻ സംസാരിച്ച് ഇതാക്കി മട്ടച്ച് കഴിഞ്ഞു. കാരണം എത്ര വെച്ചിട്ട് നമ്മൾ താവുക, അവരോട് കരഞ്ഞിട്ടും കിരിഞ്ഞിട്ടും ഒക്കെ നമ്മൾ സംസാരിച്ചു. ഇനിയിപ്പോൾ കരഞ്ഞിട്ടോ പിരിഞ്ഞിട്ടോ കാര്യമില്ല. അവർ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് നടന്ന് ഇനിയിപ്പോൾ
ഞാനല്ലെങ്കിൽ വേറെ ഒരുത്തൻ ഓളെ കെട്ടി കൊണ്ടുപോകും. ഏത് അപ്പോൾ ഓരും ഇതേമാതിരി ശരീരപ്പെടുകയല്ലേ. കാരണം ഇപ്പം എനിക്ക് തന്ന പോലെ ഓളെ എനിക്ക് മാത്രമല്ല അത്യാവശ്യം ആൾക്കാർ ഓളെ മേത് കയറി ഇറങ്ങിയതാണ്. അത്യാവശ്യം ആൾക്കാർ കണ്ടവരും ഇതാക്കിയവരൊക്കെ പറയുന്നുണ്ട്. ഓൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടും എനിക്ക് വേറെ അഫെയർ ഉണ്ടായിരുന്നു, ചാറ്റ് ചെയ്തിട്ടും അത് ഇതൊക്കെ ആയിട്ട് എനിക്കുണ്ടായിരുന്നു. ഓൾ +1 പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ഒരു ചെക്ക് എന്നെ ചെയ്തതും നമ്മളത് മദർ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ചെയ്തതും എല്ലാ കാര്യവും ഓൾ പറഞ്ഞിരിക്കണം. അവൾക്ക് അത്യാവശ്യം കല്യാണം കഴിഞ്ഞിട്ടും അവൾക്ക് ഇതേമാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എടാ നീ കല്യാണം കഴിച്ചാൽ ഇതേമാതിരി ഉണ്ടാവില്ല എന്നെന്താ ഉറപ്പ് പറയാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നതും കൂടി ഞാൻ പറയാം നിങ്ങളോട്. ഇപ്പോൾ കല്യാണം കഴിച്ചതാക്കി കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമ്മൾ ഒന്നിച്ചിതാക്കാം എന്നുള്ളൊരു രീതിയിൽ നിന്നിട്ട് ഓളെ വീട്ടിൽ ആക്കുക. അവരുടെ എന്താ വെച്ചാൽ ഉമ്മയും ആ ഉപ്പ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അയക്കും, അവളെ നിർത്തി കഴിഞ്ഞാൽ ഞാൻ അയക്കണേന്ന് ഓൾക്കുള്ള ചെലവിന് കൊടുക്കുമ്പോൾ അതും അവറ്റങ്ങൾക്കൊരു സഹായമാവും എന്നുള്ളൊരു. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കും, നീ ഇത്ര വലിയ കോടീശ്വരനാണെന്ന് ചോദിക്കും. അതല്ല, ഞാനൊരു സാധാ ഡ്രൈവറും ഇതൊക്കെയാണ്, ബസ്സിൽ ഇതിലൊക്കെ ആയിട്ട് പണിയെടുക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എന്തായാലും കെട്ടി കഴിഞ്ഞാൽ ആ ഭാര്യമാർക്ക് എന്തായാലും ചിലവ് കൊടുക്കണം വെച്ചിട്ട് ഞാൻ നടന്ന് പിന്നിട്ടെന്നല്ല ഉദ്ദേശിച്ചത്. കാരണം ഒന്നുമില്ലാതിരുന്ന മര്യാദക്ക് അറിയുന്ന കുട്ടികളെ എന്ന ലെവലിലേക്ക് കയറ്റി അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയ ബന്ധമാണ് ഇതുവരെ ഉള്ളത്. എനിക്കതിൽ സങ്കടമില്ല എന്നല്ല, ഇപ്പോൾ ഓളിപ്പോഴും കിട്ടാതെ ഞാനിപ്പോഴും രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴൊക്കെ ഞാൻ ഇതാക്കി ഇനി കരയാൻ വയ്യ. സത്യം പറയാലോ, എനിക്ക് അത്ര ഇഷ്ടമാണ് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. എൻ്റെ ജീവൻ്റെ തുല്യം ഞാൻ ഓളെ സ്നേഹിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. ഞാൻ ആഗ്രഹിച്ചതാണ് എൻ്റെ ഇപ്പോൾ ജീവിത പങ്കാളിയായിട്ട് ഓൾ വരണമെന്ന് വരെ. പക്ഷെ ഇത് വരായിട്ടും അതിനെ പറ്റിയിട്ടൊരു ഇതുമില്ല. അവർക്ക് എന്നെ പറ്റായിട്ടായിരിക്കാം, അവൾക്കല്ല ഓളെ വീട്ടുകാർക്ക് എന്നെ പറ്റായിട്ടായിരിക്കാം. അവൾ അന്ന് എന്നോട് ഇപ്പോൾ ലാസ്റ്റ് ദിവസം ഞാൻ ഇതായി കണ്ടപ്പോഴും അവൾ പറഞ്ഞു, നിങ്ങളെന്നെ വീട്ടുകാർ ഇനി ലോക്ക് ചെയ്താലും എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നുള്ള ലെവലിലേക്ക് നിങ്ങളെന്നെ കൈവിടരുത് എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ഇതുവരെ ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ ഇന്നലെ വരെ ഞാൻ ഓളെ വിട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഇത്ര ടൈമായിട്ടുള്ളൂ. എനിക്ക് അവളെ മറക്കാൻ പറ്റൂല. ഇനി ഇനി എന്തുണ്ടാവുക വെച്ചാൽ ഇനിയിപ്പോൾ ഇതുവരെ കഴിച്ചതൊന്നും ഒരു കാര്യമില്ലാതായി ഉള്ള കാര്യം പറയാലോ. ഈ ഹോസ്പിറ്റലിൽ കിടന്നല്ലാതെ ഒരു കാര്യം ഉണ്ടായില്ല. ഇനി കടുത്തത് തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി ഞാൻ ഇപ്പോൾ ഇത് വിടുന്നത് എന്താ വെച്ചാൽ യൂട്യൂബിൽ വിടാനുള്ള തീരുമാനം എന്താ വെച്ചാൽ എനിക്ക് പറ്റിയ ആപത്ത് പോലെ ഇനി ഓൾക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ്. എനിക്ക് ഓൾക്കല്ല, ഓളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ വീട്ടുകാർ ഇനി വേറെ കെട്ടിച്ച് ഇപ്പോൾ ജിടെക്കിൽ പഠിക്കാനൊന്നും പോണില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇതാണ് വരെ ജിടെക്കിൽ വന്നിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജിടെക്കിക്ക് ഇനി വരുമോ ഇല്ലെന്നുള്ള അറിയില്ല. ഇനി ഇതായി കഴിഞ്ഞാലും ഇനി ഇവൾക്കൊരു ജീവിതം ഒരാണിനെ കൊണ്ട് ഉണ്ടാവരുത്. കാരണം എൻ്റെ ജീവിതം എൻ്റെ വെച്ചാൽ ഞാൻ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ബസ് ഇതൊക്കെ ആയിട്ട് എൻ്റെ കുടുംബം ആ ലെവലിലേക്ക് ഒരു കുഴപ്പമില്ലാതെ പോയോണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. ഈ അവസ്ഥയിൽ എത്തിച്ച അവൾക്ക് ഒരു ഇതും അവരുടെ വീട്ടുകാർക്കും ഒരു കുഴപ്പമില്ല. ഇനി ഒരുത്തൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങനെ താവരുത്. കാരണം ആദ്യം കല്യാണം കഴിച്ചിട്ടും ഭർത്താവ് ഒഴിവാക്കിയത് ഇതിൻ്റെ പേരിലാണ്. അവൾ എന്നോട് ഇതാക്കി കുടുംബം അങ്ങനെ വേറൊരു അന്യപുരുഷനായിട്ട് ബന്ധം വെച്ചിട്ട് ചിലപ്പോൾ അവനെ അറിഞ്ഞിട്ട് ഒഴിവാക്കിയതാവും, നമുക്കറിയില്ല. അതിനെപ്പറ്റി നമുക്ക് അറിയാത്തത് നമ്മൾ വിശദീകരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അവൾ ഡിവോഴ്സറാണ്, അറിയാത്ത ആൾക്കാരുമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഒരുത്തേം കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇനി ഓളെ ഫോട്ടോസ് കാര്യങ്ങൾ ഉള്ളതുണ്ട്. കാരണം എന്നായിട്ട് കെട്ടി പിടിച്ചിരിക്കുന്നതും നിൽക്കുന്നതും ഒക്കെ ഉണ്ട്, ഒക്കെ ഞാൻ വിടും. അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ പോലീസ് കേസായാലും എന്തായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം എനിക്ക് വയ്യ. ഓൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ പെരുന്നാൾ കയ്യോളം ഞാനിത് സഹിക്കും. ഓള് ജസ്റ്റ് ഒന്ന് കാണുക, സംസാരിക്കുക, ഓളത് അറിയാം. വീട്ടുകാർ സമ്മതമാണെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യാമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് എന്താ വെച്ചാൽ കടുത്ത തീരുമാനം തന്നെ ഞാൻ പറയാം. ഞാൻ സ്റ്റേഷനിൽ ഓൾറെഡി ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്താ കാരണം ചോദിച്ചപ്പോൾ ഇന്ന കാരണം പേരിലാണ് ഞാൻ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് കൊടുത്തു. അവർക്കുള്ള ഫോട്ടോസും കാര്യങ്ങളും ചാറ്റിങ്ങും ഇതൊക്കെ അവർക്ക് ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യവും ഇതാക്കിയിട്ട് ഇനി ഇവിടുന്നാണ്ട് ഓളോ വോയിസും കാറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി നെറ്റിലും ഇതിലും ഇടാനാണ് ഇപ്പോൾ ഞാൻ മാത്രമല്ല ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂട്ടുകാരന്മാർ മാത്രമല്ല ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇനി ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു ആണുങ്ങൾക്ക് ഇവളെ വെച്ചിട്ടൊരു ചതി പറ്റരുത്. കാരണം
നമുക്ക് പറ്റിയത് പറ്റി. ഇനിയിപ്പോൾ വേറൊരു ചെക്കന്മാരും ഇപ്പോൾ എന്നെ പോലെ തന്നെ പല ചെക്കന്മാരുണ്ടാവും സ്നേഹിച്ച് കഴിഞ്ഞ് പിരിയാൻ പറ്റാത്തൊരു ഇത്. കാരണം ഓളെ വീട്ടുകാരോടും ഒക്കെ നമ്മൾ സംസാരിച്ച് കാര്യങ്ങളെല്ലതും പറഞ്ഞു. ഓളായിട്ടുണ്ടായ ബന്ധം ഓളെടുക്കാൻ പറഞ്ഞിട്ട് റൂമിലുണ്ടായ സംഭവം വേറെ ഞങ്ങൾ വിശദീകരിച്ചതാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓളത് നമ്മൾ വിടാൻ തീരുമാനിച്ചിട്ടില്ല. കുറച്ച് നമ്മൾക്കും വോയിസും കാര്യങ്ങളും നമുക്ക് വിടാൻ ഞാൻ വോയിസ് വിടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വോയിസ് ആദ്യം വിടും, പിന്നെ ഫോട്ടോസും കാര്യങ്ങളും വിടുന്ന കാര്യം പെരുന്നാളും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ടേ വിടുള്ളൂ. എന്തായാലും വിടും. കാരണം എല്ലാവരും വെറുത്തു. ഇന്നലെ ഞാൻ വന്നിട്ട് ചാങ്ങോളത്ത് വന്നിട്ട് എന്നെ സ്നേഹിച്ചവരും എന്നെ വാടകയ്ക്ക് വിളിച്ചവരും എല്ലാവരും ഒരുപോലെ പറയണതാണ്, എന്താ ഇങ്ങനെ ഇതായത് കാര്യങ്ങൾ വിശേഷിച്ച്. ഇപ്പോൾ നിനക്ക് അറിഞ്ഞൂടെ അങ്ങനെ നടക്കുന്ന ഒരു പെണ്ണ് ഇതാവും, നിന്നെ ടൈം പാസ്റ്റ് നോക്കിയാൽ. പക്ഷെ ആ ടൈം പാസ്റ്റ് ഇങ്ങനെ ഒരാളെ ജീവിതം വെച്ചിട്ട് കളിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതിൻ്റെ പേരിൽ ഉണ്ടായതാണ്. ഇപ്പോൾ കൂടുതൽ ഇതാവാൻ പറ്റില്ല. മരുന്നിൻ്റെ ഇതുകൊണ്ട് തോന്നുന്നു ശരീരമൊക്കെ മൊത്തം വരവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഞാനിത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇതാക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറ്റൂല പറഞ്ഞിട്ട് ഞാൻ എഴുതി കൊടുത്തു പോകുന്നതാണ്. കാരണം വീട്ടിൽ മക്കളും ഇതും എല്ലാവരും ഇതിലായ കാരണം ഇനി ചെയ്യണ്ടെങ്കിൽ ഇങ്ങനത്തെ വിട്ടിത്തരൊന്നും ചെയ്യില്ല. ഇനി ഒന്നില്ലെങ്കിൽ കനത്തിൽ തന്നെ ഒന്നില്ലെങ്കിൽ തൂങ്ങിച്ചാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതി. പല നമ്മളതിൽ ഇതുണ്ടല്ലോ, ഗുളിക കൂടുതൽ കഴിച്ചപ്പോൾ അതിൽ ഇതാവുമെന്ന് വിചാരിച്ചു ഡോക്ടർമാരെ ഇതാക്കി വെച്ചു. ഇത് ഇതാവണമെന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ സപ്നാൻ്റെ ഇതിൽ എനിക്ക് ഞാൻ ഈ കോളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളും. ഓളെ ഞാൻ പൊന്നു പോലെ തന്നെ ഞാനിപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേമാതിരി ഇത് വെച്ചാൽ ഓളെ ഞാൻ ഇവിടെ കെട്ടിച്ചിട്ട് ഓളെ ഒഴിവാക്കുന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം രണ്ടാളും എനിക്ക് വേണം. ഇപ്പോൾ കൂടുതൽ ടെൻഷൻ എനിക്ക് ഇവിടെ ആലോചിച്ചിട്ട് ഇപ്പോൾ ഒരു ജോലിക്കോ ഒന്നിനും പോകാൻ പറ്റാത്ത അവസ്ഥ. കാരണം വണ്ടി ഓടിക്കാൻ പോവും, അതേമാതിരി ഇങ്ങോട്ട് വരും, വീട്ടിലിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ നടക്കാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ അവർ വീട്ടുകാരെ ആലോചിച്ചിട്ട് എന്താ വെച്ചാൽ ഉത്തമമായ തീരുമാനം പറയട്ടെ. അതാണ് ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യുന്നത്. നോയ്സും കാര്യങ്ങളൊക്കെ കുറച്ചാകുമ്പോഴേക്കും ഇടും. ഞാൻ ഇനി ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒന്നുകൂടി ഇതാവാറുണ്ട്. ഇന്നലെ തൊട്ട് വിരവിൽ കുറച്ച് കൂടുതലാണ്. വരുമ്പോൾ അത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് എന്താ വെച്ചാൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇത് വിടാം. ഓക്കെ.